ഓക്കെ, നമ്മൾ ന്യൂട്രീഷൻ്റെ അടുത്ത യൂണിറ്റ് ആണ് തുടങ്ങുന്നത്. അടുത്ത യൂണിറ്റിൻ്റെ പേര് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആരോഗ്യം അല്ലേ. നമ്മൾ ആരോഗ്യം എങ്ങനെ നമുക്ക് ആരോഗ്യത്തെ നിർവചിക്കാൻ പറ്റും? എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് എന്താണ് ആരോഗ്യം? മെന്റൽ ആൻഡ് ഹെൽത്ത്, അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ആരോഗ്യത്തെ നിർവചിക്കാം. എങ്ങനെ ആരോഗ്യം? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, ഞാൻ ആരോഗ്യവതിയാണ് അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ടെന്ന് ഞാൻ പറയണമെങ്കിൽ എന്തായിരിക്കണം? എൻ്റെ മെന്റൽ ഹെൽത്ത്, അതായത് എൻ്റെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോയെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ജലദോഷം അല്ലെങ്കിൽ പനി, തളർച്ച, ക്ഷീണമൊക്കെ വരുവാണെങ്കിൽ ഞാൻ ആരോഗ്യമുള്ള ഒരാളാണോ? അല്ല. അതായത് നമ്മൾക്കിടെ ഫിസിക്കലും, അതായത് ഫിസിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ ശാരീരികമായിട്ടും, മെന്റൽ എന്ന് വെച്ചാൽ മാനസികമായിട്ടും, സോഷ്യൽ എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികമായിട്ടും സാമൂഹികമായിട്ടും നമുക്ക് വരുന്ന ഒരു സുസ്ഥിതിയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേക്കണി ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ആരോഗ്യ പഠനം, അല്ലെങ്കിൽ കുട്ടികളിലെ ആരോഗ്യം എങ്ങനെയൊക്കെയാണ്, അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതെല്ലാമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ എന്നുള്ളതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1948 WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകൃതമായി. എന്നാണ് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകൃതമായത്? 1948. ആ ഒരു സമയത്ത് അവർ, അതായത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മുടെ ആരോഗ്യത്തെ നിർവചിച്ചത് ഈ ഒരു രീതിയിലാണ്: എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽ-ബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. എന്നാൽ അസുഖമില്ലാത്തൊരവസ്ഥയല്ല നമ്മൾ എന്തെന്ന് പറയണത് ആരോഗ്യം എന്ന് പറയുന്നത്. അസുഖമില്ലാത്തൊരവസ്ഥയല്ല എന്താ ആരോഗ്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവും വൈജ്ഞാനികവും ആയിട്ടുള്ള ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ഒരു സുസ്ഥിതിയാണ് എന്തെന്ന് പറഞ്ഞേക്കണേ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടി നിങ്ങളൊന്ന് റീഡ് ചെയ്യുക. എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞേക്കണേ? ഹെൽത്ത് എന്ന് ആരോഗ്യം എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽ-ബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഇല്ലാത്തൊരവസ്ഥയല്ല, നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികപരമായിട്ടുമുള്ള ഒരു സുസ്ഥിതിയെയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1986 ഒട്ടോവയിൽ വെച്ച, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അതായത് ഒറ്റോയിൽ വെച്ച് ഉണ്ടായ മീറ്റിങ്ങിന് നമ്മൾ പറയുന്നതാണ് ചാർട്ടർ ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ്. അതിൻ്റെ അകത്ത് ഹെൽത്തിനെ പല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്, നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ആരോഗ്യം ദൈനംദിന ജീവിതത്തിൽ ഒരു ഭാവമാണ്. എന്തെന്ന് ആരോഗ്യം എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ നിർവചിക്കാം? ഹെൽത്ത് ഈസ് എ പോസിറ്റീവ് കൺസെപ്റ്റ് എംഫസൈസിങ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ റിസോഴ്സസ് എന്ന് പറയാം. അതായത് എന്താണ് നമ്മുടെ ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്ന് പറയുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പേരിൽ തന്നെ ഇവർ ഈ പറയുന്ന ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് WHOFIC, ICF ഇവരൊക്കെ പല രീതിയിലും ഹെൽത്തിനെ നിർവചിച്ചിട്ടുണ്ട്. ICD ഇതിനൊക്കെ ഫുൾ ഫോം എന്താണ്? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫാമിലി ഓഫ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ. FIC ഫാമിലി ഓഫ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ. ICF എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഫങ്ഷനിങ്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ. I stand for international, C for classification of F for function, classification function.
അതിനകത്ത് വരുന്നതാണ് ഡിസബിലിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും മറ്റുമാണ് പറയുന്നത്. ദെൻ ദ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, ICD, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഈ 3 രീതിയിലും എന്താണ് ക്ലാസിഫിക്കേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരെല്ലാവരും എന്താണ് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ഒരേ രീതിയിലാണ് എന്താ പറയുന്നത് നിർവചിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഹെൽത്ത് എന്ന് വെച്ചാൽ ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത ഒരു അവസ്ഥയെ മാത്രമല്ല നമ്മൾ എന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത്. പക്ഷെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരാളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദൈനംദിന ജീവിതത്തിന് അതിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയാം എന്ത് ആരോഗ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം. നമുക്ക് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സോഷ്യൽ വെൽബീയിങ്, നമ്മൾ ഇതെല്ലാം അടങ്ങിയ ഒരു വ്യക്തിത്വമാകണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹെൽത്ത് ട്രയാങ്കിൾ എന്ന് പറയുന്നതാണ്. ഹെൽത്ത് ട്രയാങ്കിൾ, ഹെൽത്ത് ട്രയാങ്കിൾ, ഹെൽത്ത് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഓവറോൾ എല്ലാത്തിൻ്റെയും കൂടി ഓവറോൾ നമ്മുടെ ആരോഗ്യം മൊത്തത്തിലുള്ള ഒരു ആരോഗ്യം എന്ന് പറയുന്നത് ഓവറോൾ ഹെൽത്ത് ഈസ് അച്ചീവ്ഡ് ബൈ ദ മെന്റൽ, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. അതായത് നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവുമായിട്ടുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന ഇതാണ് എന്ത് നമ്മുടെ ഒരു വ്യക്തിയുടെ മൊത്തം ആരോഗ്യം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഹെൽത്ത് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഹെൽത്ത് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പിന്നെ കണ്ടീഷൻസ് ഫോർ പ്രൊമോഷൻസ് ഓഫ് ഹെൽത്ത്, ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ഇതിനകത്ത് നമ്മൾ ഇന്നലെ ഫസ്റ്റ് പഠിച്ചിരുന്നു. ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്, ന്യൂട്രീഷൻ ആൻഡ് ഫസ്റ്റ് കമ്പോണന്റ് ഈസ് ദ ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഇതിനകത്ത് നമുക്കറിയാം ന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചു പോഷണമാണ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമീകൃത ആഹാരമാണ്. നമുക്ക് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആർക്കായാലും എനർജി കിട്ടണമെങ്കിൽ എന്ത് വേണം? ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പോഷകാഹാരം അല്ലെങ്കിൽ നമ്മുടെ ആഹാരക്രമം നല്ല രീതിയിലായിരിക്കണം അല്ലേ? ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് എവിടെയിൽ നിന്നാണ്? നമ്മുടെ ന്യൂട്രീഷനിൽ നിന്നാണ്. അത് മാത്രമല്ല ന്യൂട്രീഷനും ബാലൻസ്ഡ് ഡയറ്റും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പറ്റുന്ന കുറെ ഫങ്ഷനിങ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്താ? ഒന്ന് നീഡ് എനർജി ഫോർ വർക്ക്. അപ്പോൾ നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടുക എന്നുള്ളത്. പിന്നെ എന്തായിരിക്കും വരുന്നത്? construct muscle tissues, construct muscle tissues in the developments construct ചെയ്യാൻ വേണ്ടിയിട്ട് tissues. Then build the skeleton നട്ടലിന്റെ ഇതിന് build the skeleton. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയാൽ build the skeleton. Then helps the growth and development. അല്ലേ? നമ്മുടെ വളർച്ചയ്ക്കും വികാസത്തിനും നമുക്ക് എന്ത് വേണം? ന്യൂട്രീഷൻ ആവശ്യമാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ എന്തിനൊക്കെ വേണം പോഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് ഓഫ് ദ ബ്ലഡ് സെൽസ്, അതായത് നമ്മുടെ മെറ്റബോളിസം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു സെൽസ് വഴി പുതിയ സെൽസിന്റെ ഡെവലപ്മെന്റ്സിനും നമുക്ക് എന്താവശ്യമാണ്? ന്യൂട്രീഷൻ ആവശ്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഈ ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റിൽ വീണ്ടും 5 കമ്പോണൻസ് വന്നു. അത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിക്കേ. ന്യൂട്രീഷൻസ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റിൽ വരുന്ന 5 കമ്പോണൻസ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് starch or carbohydrate. Starch or carbohydrate. Then protein, fat. Then fourth one, minerals and vitamins. Minerals and vitamins.
വസ്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻസ്. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു ഈ ന്യൂട്രിയൻ്റ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഈ ന്യൂട്രിയൻസ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് മിനറൽ, വൈറ്റമിൻസ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ കാർബോഹൈഡ്രേറ്റ്. ആദ്യത്തെ ഏതാണ്? കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്? ഏതൊക്കെ കൂടുമ്പോഴാണ് കാർബോഹൈഡ്രേറ്റ് എന്താണ്? Combine the chemicals like carbon, hydrogen and oxygen. Carbohydrate ഉണ്ടായിരിക്കുന്നത് എന്താണ്? എന്തിൻ്റെ എല്ലാം കോമ്പിനേഷൻ ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇതാണ്. പിന്നെ നമുക്ക് അറിയാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇന്നലെ പറഞ്ഞു അന്നജമാണെന്ന്. അപ്പൊ അന്നജം എന്തിനാ? നമുക്ക് എനർജി തരും അല്ലെ. അപ്പൊ ഇത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ഈൽഡിങ് ആയിട്ടുള്ള കാര്യമാണ്. എനർജി ഗിവിങ് ഒരു ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? ഓൾസോ കോൾഡ് സ്റ്റാർച്ച്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ എന്ത് പറയും? സ്റ്റാർച്ച് എന്നും പറയും. കാർബോഹൈഡ്രേറ്റിന് എന്ത് പറയും? സ്റ്റാർച്ച് എന്നും പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പഠിച്ചു കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പിനേഷൻ ഓഫ് carbon, hydrogen and oxygen and it also provides energy, so it's called starch. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾസ് പറഞ്ഞാൽ ഏതൊക്കെ ഫുഡ്സ് ആണ് ഇതിനുള്ളത്? ഏതൊക്കെ ഫുഡിലാണ്? ഇന്നലെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു നോക്കി. അന്നജം കൂടുതലുള്ള ഫുഡ് ഏതൊക്കെയാ? ധാന്യങ്ങളിൽ വരുമ്പോൾ അതുപോലെ തന്നെ പൊട്ടറ്റോസ്, പൊട്ടറ്റോയിലുണ്ട്. പിന്നെ ചോറ്, പിന്നെ റൈസ്, പിന്നെ അപ്പൊ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ്സ് ആണ് പൊട്ടറ്റോസ്, റൈസ്, വീറ്റ് എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ദെൻ നെക്സ്റ്റ് കമ്പോണന്റ് ഏതായിരുന്നു? നമ്മൾ പഠിച്ച നെക്സ്റ്റ് കമ്പോണന്റ് ആണ് ഏത്? ഫാറ്റ്. ഫാറ്റ് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് ഹീറ്റ്, എനർജി തരും. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ഫാറ്റ് ആണ്. ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഫാറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ആണ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. പക്ഷെ അവരുടെ ഫങ്ഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? നമുക്ക് ആവശ്യമുള്ള ഹീറ്റ് തരിക എന്നുള്ളതാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പിന്നെ ഫാറ്റിന്റെ ചുമതല. ഇനി അടുത്താണ് മിനറൽ സാൾട്ട്. മിനറൽ സാൾട്ടിൽ വരുന്ന ഏതൊക്കെയാണ്? ഏതൊക്കെ മിനറൽസിനെ കുറിച്ച് അറിയാം നിങ്ങൾക്ക്? മിനറൽ സാൾട്ട്, മിനറൽസ് വരുന്ന കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, അയഡിൻ, ഫോസ്ഫേറ്റ്, സോഡിയം, മഗ്നീഷ്യം. ഇതെല്ലാം എന്താണ്? നമ്മുടെ മിനറൽസിൽ വരുന്നതാണ്. അപ്പൊ ഈ മിനറൽസിനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഫങ്ഷനിങ് ഓഫ് ദ മിനറൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സ്റ്റിമുലേഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് വെച്ചാൽ ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുക. സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉത്തേജിപ്പിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ദഹനരസങ്ങളെയൊക്കെ ഉത്തേജിപ്പിച്ച് അത് കറക്റ്റ് ആക്കുന്നത് ആരാണ്? അതിന്റെ പ്രോപ്പർ ഫങ്ഷനിങ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പൊ മിനറൽസിന് എക്സാമ്പിൾ ആണ് കാൽസ്യം, ഫോസ്ഫേറ്റ്, സോഡിയം, അയൺ, അയഡിൻ ഒക്കെ നമുക്കറിയാം എന്താണ്? മിനറൽസിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്താണ് വൈറ്റമിൻസ്. നമുക്കറിയാം വൈറ്റമിൻസ് എന്താണ്? ഡിസീസ് റെസിസ്റ്റന്റ് ഇതെന്ന് പറയും. എന്താണ് ഡിസീസ് റെസിസ്റ്റന്റ്? അസുഖങ്ങൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫുഡാണ് എന്ത്? വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന എന്തിലാണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലായിരിക്കും വൈറ്റമിൻസ് ധാരാളമായിട്ട് ഇരിക്കുന്നത്. അത് നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വൈറ്റമിൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്? ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡി ഫങ്ഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രൊമോഷൻ ഓഫ് ജനറൽ ഹെൽത്ത്, നമ്മുടെ ആകമാനമുള്ള ഒരു ഹെൽത്ത്, ഓവറോൾ ഹെൽത്തിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് എന്താണ്? വൈറ്റമിൻസ് ആവശ്യമാണ്. വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നത് എന്തിൻ്റെ അകത്താണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസിലായിരിക്കും വരുന്നത്.
ഇപ്പൊ മിക്കവാറും നമുക്ക് ഫോർ എക്സാമ്പിൾ വൈറ്റമിൻസ് പലതരം ഉണ്ട്. ഏതൊക്കെ? വൈറ്റമിൻ ബി കോംപ്ലക്സും ഉണ്ട്, വൈറ്റമിൻ എ, ഡി, ഇ, കെ ഉണ്ട്. എന്നിട്ട് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് വരുന്ന അസുഖമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, ടോട്ടൽ ബ്ലൈൻഡ്നെസ് ഓർ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പഠിച്ചു ബിഗ് സ്പോട്ട്. ഇതൊക്കെ എന്തിന്റെ ഇതാണ്? പിന്നെ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് വരുന്ന അസുഖങ്ങൾ ആണ്. ജസ്റ്റ് ഒരു ഇൻട്രോയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഫസ്റ്റ് കമ്പോണന്റ് ആണ്. കമ്പോണന്റ് ന്യൂട്രിയൻസിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് ഏതാണ്, ന്യൂട്രിയൻസിന്റെ ഫങ്ഷനിങ് ആണ് നോക്കിയത്. ഇനി എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആഹാരങ്ങളെല്ലാം? അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽ ആൻഡ് വൈറ്റമിൻസ് ആർ ഇൻ എ പ്രോപ്പർ എമൗണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ കറക്റ്റ് പ്രൊപ്പോർഷൻസിൽ വരുവാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എന്താവുള്ളൂ, ബാലൻസ്ഡ് ഡയറ്റ് ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഡയറ്റ് ബാലൻസ്ഡ് അല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ കുറവുകൾ മൂലം വരുന്ന അസുഖങ്ങൾ നമ്മൾ എന്ത് പറയും? മാൽ ന്യൂട്രീഷൻ, ലാക്ക് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. എന്തായാലും ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ആണ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് അല്ല മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ മാൽ ന്യൂട്രീഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് നമുക്ക് വരുന്നത് ക്ഷീണം അല്ലേ, പിന്നെന്താ വരുന്നത്? തളർച്ച, ക്ഷീണം, പിന്നെ നമ്മൾ തിന്നാവും, ക്ഷീണിക്കും, തിന്നാവും. പിന്നെ നമ്മുടെ കണ്ണുകൾക്ക് യെല്ലോയിഷ് കളറായിരിക്കും, ബോഡിക്ക് ഒരു യെല്ലോയിഷ് കളറായിരിക്കും. പിന്നെ എന്തായിരിക്കും വരുന്നത്? ബോണിന്റെയും ഇതിന്റെയൊക്കെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. പിന്നെ എന്താ? ടീത്തിലെ ക്യാവിറ്റീസും മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് മാൽന്യൂട്രീഷന്റെ ഒരു എഫക്റ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുടി കൊഴിച്ചിലുണ്ടാവുന്നു. അതുപോലെ തന്നെ ഭയങ്കര തളർച്ചയായിരിക്കും. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള കാൽസ്യം അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ കാൽസ്യം ഇല്ല, നമ്മുടെ മിനറൽസിന്റെ ഒരു അഭാവമാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഡയറ്റില് എല്ലാ ആഹാരവും കറക്റ്റ് എമൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സമീകൃത ആഹാരം ആവുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മാൽന്യൂട്രീഷൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? മാൽന്യൂട്രീഷന്റെ ഒരു സിംറ്റംസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് നമുക്ക് പറയാം. ഇതൊക്കെ വരാനുള്ള കാരണം എന്തായിരിക്കും? മാൽന്യൂട്രീഷൻ വരാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? നമുക്കറിയാം ആബ്സെൻസ് ഓഫ് എൻവയോൺമെന്റ്, ഓവർ വർക്ക് അല്ലെ, നമ്മുടെ വർക്ക് ലോഡ് കൂടുമ്പോൾ നമുക്കറിയാം ഒരു IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഓവർ സ്ട്രെസ് ആയിട്ട് വരും. അപ്പോൾ അവർക്ക് എന്താ? സ്വാഭാവികമായിട്ടും ഉറക്കമില്ലാതെ വരുന്നു, ഉറക്കമില്ലായ്മ. പിന്നെ എന്തായിരിക്കും? ക്രോണിക് ഇൽനെസ്, ഹെൽത്ത്, എന്തെങ്കിലും അസുഖങ്ങൾ വളരെ കാലമായിട്ട് നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്താണ്? ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ന്യൂട്രിയൻസിന്റെ അഭാവം മൂലമായിരിക്കാം. അതുപോലെ തന്നെ ലാക്ക് ഓഫ് റെസ്റ്റ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് ഒന്നുമില്ല, എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് മാൽന്യൂട്രീഷൻ വരാനുള്ളൊരു ഇതുണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ഫുഡ്, ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടാതിരിക്കുക. പിന്നെ അൺടൈംലി മീൽ എന്ന് വെച്ചാൽ സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താണ്? ഓവർ ന്യൂട്രീഷൻ ആയിരിക്കൂലേ. അപ്പൊ നമുക്ക് ഒബീസിറ്റി, കൊളസ്ട്രോള്, അതുപോലെയുള്ള പിന്നെ എന്താണ് വലിയ വലിയ അസുഖങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ ഇത്രമാണ് എന്താ ന്യൂട്രിയൻസ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റിൽ വരുന്നത്. ഓക്കെ, നമ്മൾ മെന്റലി എന്താ ഹെൽത്തി ആവണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെ സ്വഭാവവിശേഷങ്ങളാണ് നമുക്ക് വേണ്ടത്? ഫീൽസ് കംഫർട്ടബിൾ, നമ്മൾ സേഫാണ്, നമ്മൾ അവിടെ കംഫർട്ടാണെന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മെന്റലി നമുക്ക് പറയാം. നമ്മളൊരു പൊതുവായിട്ട് നമ്മളൊരു കോമൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് ചെന്നു. അപ്പൊ നമ്മുടെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിന്റെ മോൾക്കടെ കല്യാണമാണ്. അപ്പൊ നമ്മൾ അവിടെ അറിയണേ ആരുമില്ല, നമുക്ക് പറ്റിയൊരു കമ്പനി ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മള് അവിടെ? കംഫർട്ടാണോ? അല്ല, നമ്മളവിടെ കംഫർട്ടല്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന ആൾക്കാരും നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു വ്യക്തിയാണ് നമ്മളവിടെ എന്തായിരിക്കും? കംഫർട്ടായിരിക്കും. അപ്പൊ നമ്മൾ മെന്റലി ഹെൽത്തി ആയിരിക്കും കൂടെ പോകുമ്പോൾ ചെറിയ ഭക്ഷണം കഴിക്കാം, അതിലുപരി നമുക്ക് അവിടെ നിൽക്കാനോ മറ്റുള്ളവരായിട്ടോ ഒന്നും നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനോ കഴിയുമോ? ഇല്ല. അപ്പൊ നമ്മളത് മെന്റലി, അപ്പൊ നമുക്ക് എപ്പോഴും എന്താണ്? നമ്മുടെ കംഫർട്ടാണ് മെന്റൽ ഹെൽത്തിന് വരുന്ന ഒരു ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത്.
ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീസ് അറ്റ് പീസ് അതുപോലെ തന്നെ നമുക്ക് തന്നെയല്ല നമ്മുടെ ഫീലിങ്സ് അനുസരിച്ച് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ കഴിയണം. അത് ചിലപ്പോൾ ഗ്രൂപ്പായിരിക്കാം അല്ലെങ്കിൽ പേഴ്സൺസ് ആയിരിക്കാം, അതുപോലെ ആ രീതിയിൽ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതായത് ഇപ്പൊ ഞാനൊരു വ്യക്തിയാണ്, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ അറിയില്ലാത്ത ഒരാൾ വന്നിട്ട് ഇപ്പോൾ സമയം എത്രയാണെന്ന് ചോദിച്ചത്, ചേട്ടൻ എന്താ ചോദിച്ചത്, ഞാൻ ചോദിച്ചതിനേക്കാണെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റബിൾ ആണോ? ഞാൻ അഡ്ജസ്റ്റബിൾ അല്ല. പക്ഷെ ഏതൊരു സാഹചര്യത്തിലും എനിക്ക് മറ്റുള്ളവരെ ഹാൻഡിൽ ചെയ്യാനും വളരെ രീതിയിൽ പെരുമാറാനും അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ എൻ്റെ ഹെൽത്ത് എന്താണ്, ഓക്കെ ആയിരിക്കും. അതായത് നമ്മൾ മെന്റലി ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പൊ മെന്റലി ഞാൻ താഴെയാണെങ്കിൽ എനിക്ക് ചില സമയത്ത് ദേഷ്യമായിരിക്കും വരും, ചില സമയത്ത് എനിക്ക് സങ്കടമായിരിക്കും വരും. അത് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഇടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വരുന്ന ഒരു റിയാക്ഷനാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് നല്ലതാണുള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കും, അയാളുടെ ക്യാരക്ടർ സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കും, അയാൾക്ക് എവിടെയും കംഫർട്ടബിൾ ആയിരിക്കും. ഒരു ഗ്രൂപ്പിലായാലും തന്നെയായാലും ഒരു സമൂഹത്തിലായാൽ പോലും അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിനെയും അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ? ഇതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടാണ്. നെക്സ്റ്റ് ആണ് സോഷ്യൽ ഹെൽത്ത്, അതായത് സാമൂഹികമായിട്ടുള്ളത്. അതായത് ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അതായത് അയാൾക്ക് സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം, ലവബിൾ ആയിരിക്കണം. ഈ പറഞ്ഞ കുറേ കണ്ടീഷൻസ് അയാൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്കുടെ സാമൂഹിക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ചില കുട്ടികളെ എന്ത് ചെയ്താൽ മിങ്കിളേയില്ല. ഇപ്പൊ നമ്മൾ പുറമെ തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇപ്പൊ കൂടുതലും മൊബൈലിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടികളെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങുന്നത് ഇഷ്ടമല്ല, വീട്ടിൽ തന്നെ അടിഞ്ഞു കെട്ടിയിരിക്കണം. ഫസ്റ്റ് അത് വീട്ടിൽ തന്നെ അടിഞ്ഞു കെട്ടിയിരിക്കണം. പിന്നെ ഒരു സമൂഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവര് വെപ്രാളായി, പേടിയായി, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയാൻ പാടില്ല. ഇതെല്ലാം എന്താണ്, അത് അവർക്കുടെ ഒരു പ്രൊഡക്ഷന്റെ ഒരു, അതായത് നമുക്ക് കിട്ടുന്ന ലാസ്റ്റത്തെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇൻപുട്ട് കൊടുത്താൽ അത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് വരണം. അപ്പൊ ഈ ഇൻപുട്ട് ഔട്ട് പ്രോസസ്സിങ് നടക്കണമെങ്കിൽ എന്താണ്, അവന് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അതായത് ഫ്രണ്ട്സ് അധികം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സംസാരിച്ചു, അതെടുത്തു ഇതെടുത്തു. പക്ഷെ ചില കുട്ടികൾ എന്താ, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഒരു കുട്ടി മാത്രമുള്ള വീട്ടിലെ ഒരു കണ്ടീഷൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്, ആ കുട്ടിക്ക് ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. ആ കുട്ടിക്ക് മറ്റുള്ളവർക്ക് ഒരു കാര്യം കൊടുക്കാനോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ അറിയത്തില്ല. അതൊക്കെ എന്താണ് നമ്മുടെ ഹെൽത്തിനെ വലിയ ക്ലാസ് വരുമ്പോൾ ബാധിക്കുന്ന ഒന്നാണ്. നമ്മളെ എല്ലാവരുമായിട്ട് ഒരു സാമൂഹികമായിട്ട് ഒരു സോഷ്യലായിട്ട് പെരുമാറാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും പഠിച്ചാൽ മാത്രമാണ് നമ്മുടെ സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെയാവും. അപ്പം ഇത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ നോക്കിയത് എന്താണ് ഹെൽത്ത് എന്ന് നോക്കി, അതായത് കോമൺ ഫാക്ടേഴ്സ് ഇൻ ദ ഹെൽത്ത് നോക്കി, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഓഫ് ദ ഹെൽത്ത് നോക്കി. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വന്നത് ന്യൂട്രിയൻസ് ആണ്. നമ്മൾ ന്യൂട്രിയൻസ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ആണ് നോക്കി. ഈ ന്യൂട്രിയൻസ് എന്താണെന്ന് നോക്കി, എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂട്രിയൻസ് നോക്കി, ന്യൂട്രിയൻസിൽ അടങ്ങിയിരിക്കുന്ന 5 കമ്പോണൻസിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചു. പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് നോക്കി, ബാലൻസ്ഡ് ഡയറ്റ് വരാനുള്ള കാരണം എന്താണ്, ബാലൻസ്ഡ് ഡയറ്റ് കാരണം നമുക്ക് വരുന്ന അസുഖങ്ങൾ എന്താണ്, ലാക്ക് വരുമ്പോൾ മാൽന്യൂട്രീഷൻ ആണ് കണ്ടു. ഈ മാൽന്യൂട്രീഷൻ വരാനുള്ള കാരണം, മാൽന്യൂട്രീഷൻ്റെ സിംറ്റംസ് എന്താണെന്ന് നോക്കി. ദെൻ അടുത്ത ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ആൻഡ് സൺലൈറ്റ്, പിന്നെ ബോഡി പോസ്ചർ, ദെൻ ഫിസിക്കൽ എക്സസൈസുകൾ ഓരോന്നും നോക്കി. ദെൻ അടുത്തത് പഠിച്ചതാണ് എന്ത്, മെന്റൽ ഹെൽത്ത്, ഡയമെൻഷൻസ് ഓഫ് ദ ഹെൽത്ത്. ഹെൽത്തിന്റെ ഡയമെൻഷൻസ് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ. അപ്പം ഇന്നത്തെ നമ്മുടെ ന്യൂട്രീഷൻ്റെ ക്ലാസ് വൈൻഡപ്പായി. അപ്പോൾ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ